കലി എന്ന അധർമ്മത്തെ ഇല്ലാതാക്കാൻ മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ അവസാനത്തേതായ കൽക്കി അവതാരമെടുക്കും. പുരാണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നാഗശ്വിൻ ഒരുക്കിയിരിക്കുന്ന ഈ വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് കൽക്കി 2098 AD എന്ന് ഒറ്റവാക്കിൽ പറയാം. തിന്മയ്ക്കെതിരെയുള്ള നന്മയുടെ പോരാട്ടം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. കാശി, കോംപ്ലക്സ്, ശംബാല എന്നീ 3 ലോകങ്ങളുടെ കഥയാണ് ചിത്രം പറയുന്നത്. നന്മയുടെ രക്ഷകനായി മഹാവിഷ്ണു അവതരിക്കുന്നതിനെ മുൻനിർത്തിയാണ് കൽക്കിയുടെ പ്രമേയം മുന്നോട്ട് പോകുന്നത്. സമ്പന്ന നഗരമായ കാശിയിൽ നിന്നാണ് കൽക്കി തുടങ്ങുന്നത്. ദൈവത്തിന് നിരോധമുള്ള നഗരമാണ് കാശി. ആകാശത്തുള്ള മറ്റൊരു ലോകമാണ് കോംപ്ലക്സ്. സുപ്രീം യാസ്കിനാണ് കോംപ്ലക്സ് ഭരിക്കുന്നത്. പെൺകുട്ടികളെ കൃത്രിമ ഗർഭം ധരിപ്പിച്ച് പ്രൊജക്ട് കെ എന്ന പദ്ധതി നടപ്പാക്കുകയാണ് യാസ്കിൻ. വിമതരുടെ ലോകമാണ് ശംബാല. കോംപ്ലക്സിനെതിരെയാണ് ശംബാലയുടെ യുദ്ധം. മഹാനടിക്ക് ശേഷം നാഗശ്വിൻ ഒരുക്കുന്ന ചിത്രം എന്നതുകൊണ്ട് തന്നെ കൽക്കിയുടെ വരവിനെ ഏറെ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരുന്നതും. പുരാണവും മോഡേൺ ടെക്നോളജിയും കോർത്തിണക്കി കഥ വരുന്നതിൽ ഒരു പരിധിവരെ നാഗശ്വിന് വിജയിക്കാനായി. എന്നാൽ പതിഞ്ഞ താളത്തിൽ പോകുന്ന തിരക്കഥ സിനിമാ ആസ്വാദനത്തെ ചെറിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ആദ്യ പകുതിയിലൊക്കെ കഥയിൽ ഒരു വലിച്ചു നീട്ടൽ പ്രേക്ഷകന് അനുഭവപ്പെടുന്നുണ്ട്. കഥാപാത്രങ്ങളെ മികച്ച രീതിയിൽ തന്നെ സ്ക്രീനിൽ അവതരിപ്പിക്കാൻ സംവിധായകൻ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. അമിതാഭ് ബച്ചന്റെയും കമൽഹാസന്റെയും സംഭാഷണങ്ങളും എടുത്തു പറയേണ്ടതാണ്. ആക്ഷൻ, ഫാന്റസി, മിത്തോളജി തുടങ്ങി വലിയൊരു ദൃശ്യവിരുന്ന് തന്നെയാണ് കൽക്കി AD. ഇതിന്റെ ക്ലൈമാക്സിനോടടുത്ത് പ്രഭാസിന്റെ കഥാപാത്രത്തിൽ ഒരുക്കിയിരിക്കുന്ന ചെറിയൊരു സസ്പെൻസ് എലമെന്റും തിയേറ്ററിൽ കയ്യടി നേടി. ആദ്യ ഷോയിൽ തന്നെ മികച്ച പ്രതികരണം നേടിയിരിക്കുകയാണ് പ്രഭാസ് നായകനായ കൽക്കി. ഇന്ത്യയിൽ 120 കോടിയിലധികം രൂപയുടെ ഓപ്പണിംഗ് ലഭിച്ച് മുൻകൂർ ബുക്കിംഗ് ചിത്രം മികച്ച ബിസിനസ് രേഖപ്പെടുത്തിയിരുന്നു. പ്രഭാസ് നായകനായ ചിത്രത്തിന്റെ ആദ്യ ദിനത്തിലെ മൊത്തം കളക്ഷൻ 90-100 കോടി രൂപയാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയിൽ മാത്രം ആദ്യ ദിവസം തന്നെ ചിത്രം ഇതിനകം 2 ലക്ഷം ടിക്കറ്റുകൾ വിറ്റഴിച്ചു.